വനവിസ്തൃതി വർദ്ധിപ്പിക്കില്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കട്ടപ്പനയിൽ കാർഷിക മേളയിൽ വനവും വന്യജീവികളും ഭീഷണിയാകുമ്പോൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏത് നിയമമായാലും കാലോചിതമായ പരിഷ്കാരത്തിന് വിധേയമാക്കുക തന്നെ വേണം. വനം വകുപ്പ് ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ശത്രുക്കളാണ് എന്നുള്ളത് അർത്ഥരഹിതമായ ഒരു സങ്കല്പമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വനവിസ്തൃതി വർദ്ധിപ്പിക്കില്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഏത് നിയമമായാലും കാലോചിതമായ പരിഷ്കാരത്തിന് വിധേയമാക്കുക തന്നെ വേണം. വനം വകുപ്പ് ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ളത് അർത്ഥരഹിതമായ ഒരു സങ്കല്പമാണെന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കട്ടപ്പനയിൽ ഒരു സ്വകാര്യ മാധ്യമം നടത്തിയ വനവും വന്യജീവികളും ഭീഷണിയാകുമ്പോൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വേണം എന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഒരുപാട് സമയമെടുക്കാത്തതുകൊണ്ട് എടുക്കാതെ പറയാൻ വേണ്ടിയാണ് അധികം സമയം അതിൻ്റെ വിശദീകരണത്തിലേക്ക്. ഗവൺമെൻറ്റിൻ്റെ നിലപാട്, രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഏത് നിയമമായാലും ആ നിയമങ്ങൾ കാലോചിതമായ പരിഷ്കാരത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്? വന്യജീവികൾ അതിക്രമിച്ച് നാട്ടിലേക്ക് വരുന്നു. അവർ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയാണ്. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോസ് ജോസഫ് വിഷയാവതരണം നടത്തി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ, കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ, കാടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.